റഷീദ്, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിർത്തി മേഖലകളിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. അത്തരം തിരിച്ചടികളൊക്കെ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ജനജീവിതമൊക്കെ എങ്ങനെയാണ്? പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചുള്ളത് എന്താണ്? വിനിഷ, ഈ അതിർത്തി മേഖലകളിൽ പ്രധാനമായും നിരവധി ആളുകൾ, അതായത് ഈ 100ഓളം കുടുംബങ്ങളെ ഈ പൂഞ്ചിലടക്കമുള്ള മേഖലകളിൽ നിന്നും ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സൈന്യം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ പൂഞ്ചിലെ ഷെല്ലാക്രമണത്തിന് പിന്നാലെ നിരവധി വീടുകൾക്ക് പരിക്ക് പറ്റുകയും അതോടൊപ്പം 15ഓളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുകയും 43 ആളുകൾക്ക് കാര്യമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് സൈന്യം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതോടൊപ്പം ജമ്മു കാശ്മീർ സർക്കാരും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുപ്വാര, ബന്ദിപ്പോര തുടങ്ങിയിട്ടുള്ള മേഖലകളിലുള്ള ആളുകളെയൊക്കെ തന്നെയും ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ബങ്കറുകളിൽ നേരത്തെ കഴിഞ്ഞിരുന്ന ആളുകളെ അവിടെ നിന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ഈ അതിർത്തി മേഖലകളിൽ കഴിയുന്നവർ പ്രധാനമായും ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെയും, പ്രത്യേകിച്ചും ഈ ആഹാരം അതോടൊപ്പം വെള്ളം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ തന്നെയും ശേഖരിച്ച് വെക്കണമെന്ന് ഒമർ അബ്ദുള്ള നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സഹായങ്ങളും ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിലുള്ള സാധാരണക്കാരായിട്ടുള്ളവരുടെ ജീവിതം സ്തംഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഭീകരാക്രമണം നടന്നിട്ടുള്ള പഹൽഗാമിലെ അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം മറ്റു ഈ കച്ചവടക്കാരുമായിട്ടുള്ള സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് പാക് പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യം അതിർത്തി മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ അതിർത്തി മേഖലകളിൽ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവരെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തുടർ നടപടികളും ക്രമീകരണങ്ങളും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വിനിഷ.